ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ജിയോഗ്രഫി മാപ്പിംഗ് ക്ലാസ്സിലെ ആദ്യത്തെ പാർട്ടാണ്. ഈ ഒരു സെഷനിലൂടെ, അതായത് ഇന്നത്തെ അല്ല, നമ്മൾ ഈ വേൾഡ് മാപ്പിംഗ് ഏകദേശം എല്ലാം കവർ ചെയ്യും. അതുപോലെ തന്നെ ഓഷൻ കറൻസ്, പിന്നെ പ്രഷർ ബെൽറ്റ്സ്, അതുപോലെ ക്ലൈമാറ്റ്, പിന്നെ ഇന്ത്യ പൊളിറ്റിക്കൽ ആൻഡ് ഫിസിക്കൽ ജിയോഗ്രഫി. ഓക്കെ, പൊളിറ്റിക്കൽ മാപ്പും അതുപോലെ ഫിസിക്കൽ ജിയോഗ്രഫി നമ്മൾ കവർ ചെയ്യും. സോ ആകെ 500 rupees ആണ് ഈ ഒരു കോഴ്സിന് വേണ്ടി വാങ്ങിക്കുന്നത്. ഓക്കെ, അത് ഒരു അഫോർഡബിൾ പ്രൈസ് ആയതുകൊണ്ടാണ് ഈ 500 വെച്ചത്. ഓക്കെ, സോ ഇഫ് യു വാണ്ട് ടു ജോയിൻ, ഈ നമ്പറിലേക്ക് DM ചെയ്താൽ മതി. ഓക്കെ, വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ആദ്യം നോർത്ത് അമേരിക്കയാണ് ഡിസ്കസ് ചെയ്യാം. നോർത്ത് അമേരിക്ക ഡിസ്കസ് ചെയ്യാനേക്കാളും മുന്നേ അമേരിക്ക നമുക്ക് എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം. UPSC ആസ്പിറൻസ് ആകും. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏത് നോർത്ത് അമേരിക്ക ഉണ്ട്, സെൻട്രൽ അമേരിക്ക ഉണ്ട്, ദെൻ സൗത്ത് അമേരിക്ക ഉണ്ട്. ഓക്കെ, നോർത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ്? ഈ ഒരു റീജിയൻ ആണ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്. സോ നോർത്ത് അമേരിക്കയിൽ ഏതൊക്കെ കൺട്രീസ് ഉള്ളത്? വി ക്യാൻ മാർക്ക് കാനഡ, USA ആൻഡ് മെക്സിക്കോ. മൂന്ന് കൺട്രീസ് ആണ് ഉള്ളത്. ആൻഡ് അലസ്ക എന്ന് പറയുന്നത് ഏതിൻ്റെ ഭാഗമാണ്? US-ൻ്റെ ഭാഗമാണ്. ഓക്കെ, അലസ്ക എന്ന് പറയുന്നത് US-ൻ്റെ ഭാഗമാണ്. ഇനി സെൻട്രൽ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ, ഓക്കെ, സെൻട്രൽ അമേരിക്ക എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയൻ ആണ് സെൻട്രൽ അമേരിക്ക. സെൻട്രൽ അമേരിക്കയിൽ നോക്കുമ്പോൾ നമുക്ക് ഈസ്റ്റിൽ കരീബിയൻ സീ കാണാം, നോർത്തിൽ മെക്സിക്കോ കാണാം. ഈ മാപ്പിലാണ് നോക്കിയാൽ മതി. ഓക്കെ, ഈസ്റ്റിൽ കരീബിയൻ സീ, ദെൻ നോർത്തിൽ മെക്സിക്കോ കാണാം, വെസ്റ്റിൽ പസഫിക് ഓഷ്യൻ, ദെൻ സൗത്തിൽ ഇവിടെ കൊളംബിയ കാണാം. ഓക്കെ, സോ സെൻട്രൽ അമേരിക്കയിൽ 7 കൺട്രീസ് ഉണ്ട്. ആ കൺട്രീസ് ഇപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഗോട്ടാമല, ഇവിടെ വെസ്റ്റ് ഈസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. വെസ്റ്റേൺ സൈഡിൽ കോസ്റ്റ് ഏരിയ ഉള്ളതിനാണ് ഇവിടെ W എന്ന്. അതുപോലെ ഈസ്റ്റേൺ റീജിയണിൽ കോസ്റ്റൽ ഏരിയ ഉള്ളതിനാണ് ബെലിസ്. ഇനി വെസ്റ്റിലും ഈസ്റ്റിലും കോസ്റ്റൽ ഏരിയാസ് ഉള്ളത്, അതായത് ഈ റീജിയൺ ഫുള്ളായിട്ടൊരു കൺട്രി ഉണ്ടെങ്കിൽ അതാണ് വെസ്റ്റ് ഈസ്റ്റ് എന്ന് എഴുതിയിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ സെൻട്രൽ അമേരിക്കയിൽ എത്ര കൺട്രീസ് ഉണ്ട്? 7 കൺട്രീസ് ഉണ്ട്. ഓക്കെ, ഗോട്ടമല, ബെലീസ്, എൽ സൽവഡോർ, ഹോണ്ടുറാസ്, നിക്കർഗോവയാണ് സെൻട്രൽ അമേരിക്കയിലെ ഏറ്റവും ലാർജസ്റ്റ് കൺട്രി. ഓക്കെ, നിക്കർഗോവ. ദെൻ കോസ്റ്ററിക്ക, പനാമ. ദെൻ നമ്മൾ സൗത്ത് അമേരിക്കയിലേക്ക് പോകുമ്പോൾ 12 കൺട്രീസ്, 12 രാജ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ വെസ്റ്റിൽ ഏതൊക്കെ കാണാൻ പറ്റും? ചിലി ഉണ്ട്, പെറു ഉണ്ട്, എക്വഡോർ ഉണ്ട്, കൊളംബിയ ഉണ്ട്, അല്ലേ? അതുപോലെ ഈസ്റ്റിൽ ഏതൊക്കെ ഉണ്ട്? അർജന്റീന, ഉറുഗ്വേ, ബ്രസീൽ. ഓക്കെ, ഇനി നോർത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഏതൊക്കെ കാണാൻ പറ്റും? നോർത്തേക്ക് പോകുമ്പോൾ വെനീസുല, ഗുയാന, അത് സുരിനാമെ, ദെൻ ഫ്രഞ്ച് ഗുനിയ. ആകെ 2 ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ആണ് നമുക്ക് സൗത്ത് അമേരിക്കയിൽ മാർക്ക് ചെയ്യാൻ സാധിക്കുക. അത് ഈ ബൊളീവിയയും പെറുഗയാണ്. ഓക്കെ, ഇതാണ് ആകെ 2 ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ഇൻ എവിടെ? സൗത്ത് അമേരിക്ക. സോ വി ക്യാൻ കം ബാക്ക് ടു നോർത്ത് അമേരിക്കയുടെ സെഷനാണ് എടുക്കാൻ പോണത്. സോ മൗണ്ടെയിൻ റേഞ്ചസ് ഓഫ് നോർത്ത് അമേരിക്ക. നമുക്ക് നോർത്ത് അമേരിക്കയുടെ ഫിസിക്കൽ മാപ്പ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ റോക്കി മൗണ്ടെയിൻസ് കാണാൻ പറ്റും, ഭയങ്കര ഫേമസ് ആണ്. കാസ്കാഡ് മൗണ്ടെയിൻ റേഞ്ച് ഇവിടെ കാണാം, സേറ നെവാഡ മൗണ്ടെയിൻ റേഞ്ച് ഇവിടെ കാണാം. ഓക്കെ, വെസ്റ്റിൽ 3 ഉണ്ട്, റോക്കീസ്, കാസ്കാഡ്, സേറ നെവാഡ. ദെൻ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഏതാണുള്ളത്? അപ്പലാച്ചിയൻ മൗണ്ടെയിൻസ് ആണ് ഈസ്റ്റിലുള്ളത്. സോ റോക്കി മൗണ്ടെയിൻസ് നമുക്ക് എടുക്കുകയാണെങ്കിൽ, റോക്കി മൗണ്ടെയിൻസ് ഇറ്റ്സ് എക്സ്റ്റെൻഡഡ് ഫ്രം നോർത്ത് ടു കാനഡ, സൗത്ത് ടു ന്യൂ മെക്സിക്കോ. റോക്കി മൗണ്ടൻസിന്റെ നോർത്തേൺ റീജിയൻ എവിടെയാണുള്ളത്? കാനഡയിലാണുള്ളത്. സദേൺ റീജിയൻ എവിടെയുള്ളത്? ന്യൂ മെക്സിക്കോ എന്ന് പറയുന്നത് US-ന്റെ ടെറിട്ടറി. ഓക്കെ,